നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല ഐഡിയകളും പല സ്റ്റാർട്ടപ്പ് ആശയങ്ങളും തോന്നിയിട്ടുള്ള വ്യക്തികളായിരിക്കും. എന്നാൽ പല സമയത്തും നമ്മുടെ ഉള്ളിൽ വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ഈ ഒരു നല്ല ഐഡിയ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് വലിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിഷനും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. ഇത് ഓരോ ഫൗണ്ടേഴ്സും ഒരു പ്രത്യേക സ്റ്റേജിൽ അവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത്തരത്തിൽ 2008 ഡ്രോപ്പ് ബോക്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഡ്രൂ ഹോസ്റ്റണും ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വർഷം 2008 ഡ്രോപ്പ് ബോക്സിന്റെ തുടക്ക കാലഘട്ടമാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റും ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്ന ആശയവും അതിന്റെ വിഷനും ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന് വരെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം ഇതിന്റെ യൂസേജും ഇത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനും ഒരുപാട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുകയാണ്. അങ്ങനെ ഫെയിൽ ആവുന്ന അദ്ദേഹം വളരെ വൈൽഡ് ആയിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. വീഡിയോ വാസ് വെരി സിമ്പിൾ. വീഡിയോയിൽ അദ്ദേഹം ഒരു ഫോൾഡറിൽ നിന്നും ഫയൽ ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ആ ഫോൾഡറിലേക്ക് മാറ്റിയ ഫയൽ മറ്റൊരു ഡിവൈസിൽ നിന്നും ആക്സസ് ചെയ്യുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം. പക്ഷെ ആ വീഡിയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഒറ്റ ദിവസം കൊണ്ട് 75,000-ൽ കൂടുതൽ സൈനപ്സ് ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇത് ഡ്രോപ്പ് ബോക്സിന്റെ മാത്രം കഥയല്ല. പല സക്സസ്ഫുൾ സ്റ്റാർട്ടപ്സിലും ഫൗണ്ടേഴ്സ് അവരുടെ ഏർലി സെയിൽസ് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്റർവെലിന്റെ സ്റ്റോറിയിലും ഇതുപോലെ ഒരു പങ്കുണ്ട്. അതായത് എയർബിഎൻബിയുടെ ഫൗണ്ടേഴ്സ് ചെയ്തതുപോലെ ഡോർ ടു ഡോർ വരെ സെയിൽസ് ചെയ്തിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എയർബിഎൻബിയുടെ കഥയിൽ അവർ ഓരോ നാട്ടിലും പോയിട്ട് അവർ ന്യൂയോർക്കിലേക്ക് ഫ്ലൈ ചെയ്യുകയും അവിടെ ഓരോ ടെനൻസിനെയും അതുപോലെ തന്നെ ഓരോ പ്രൊവൈഡേഴ്സിനെയും, അതായത് റൂമിൻ്റെ ഓണേഴ്സിനെയൊക്കെ ഡയറക്റ്റ് കണ്ടിട്ട് അവിടുത്തെ വീഡിയോസും അവിടുത്തെ ഫോട്ടോസും വരെ അവർ ഡയറക്റ്റ്ലി ഷൂട്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് കൺവേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റോറീസും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഫൗണ്ടേഴ്സ് ഏർലി സെയിൽസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഫൗണ്ടേഴ്സ് എന്തുകൊണ്ട് സെയിൽസിൽ ഇൻവോൾവ് ആവണം എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം നമ്മുടെ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സക്സസ്സിൽ റോൾ വഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ ശരിക്കും ഫൗണ്ടിങ് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ് മോസ്റ്റ് സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റ് ഐറ്ററേറ്റ് ചെയ്യുന്നതിലും നമ്മുടെ MVP ബിൽഡ് ചെയ്യുന്നതിലും എന്തിനധികം നമ്മുടെ ടീം ബിൽഡ് ചെയ്യുന്നതിൽ വരെ ഇനീഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും അവരുടെ റോളും വളരെ വലുതാണ്. ഞാൻ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഇനീഷ്യൽ സൈനപ്സിനെ കുറിച്ച് മാത്രമല്ല, അതായത് ഫ്രീ ആയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആ ഒരു കസ്റ്റമേഴ്സിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇനീഷ്യൽ പേയിങ് കസ്റ്റമേഴ്സിനെയാണ്. അതായത് അവരുടെ സമ്പാദ്യം അവർ ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ പേ ചെയ്തുകൊണ്ട് അവരൊരു സർവീസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അവരതിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക് കുറച്ചും കൂടെ ഒതൻറ്റിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഒതൻറ്റിക് ഫീഡ്ബാക്ക് അത്രത്തോളം ക്രൂഷ്യലാണ്. ആ ഫീഡ്ബാക്ക് അതിൻ്റെ ഫുൾ എസൻസോട് കൂടി ഫൗണ്ടർ എടുക്കുക എന്ന് പറയുന്നത് അതിലേറെ ക്രൂഷ്യലാണ്. ബിൽഡ് വിത്ത് യുവർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതും ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല. മോസ്റ്റ് സക്സസ്ഫുൾ സ്റ്റാർട്ടപ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബിൽഡ് വിത്ത് യുവർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിനാരിയോ പല സ്റ്റേജസിലായിട്ട് ആ സ്റ്റാർട്ടപ്പിന്റെ ജേണിയിൽ പല ടൈമിലായിട്ട് ഫൗണ്ടേഴ്സ് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ആസ്പെക്റ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ കൺസ്യൂമേഴ്സ് ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന്റെ ജേണിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സെയിൽസ് ഫൗണ്ടേഴ്സ് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വൺസ് ഫൗണ്ടേഴ്സ് ഇതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത കുറച്ച് തെറ്റുകളെ കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. പല ഫൗണ്ടേഴ്സും അത് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും സെയിൽസിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന പ്രൈമറി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സെയിൽസ് പേഴ്സണെ പോലെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ അവരൊരു മാർക്കറ്ററെ പോലെ ചിന്തിക്കും. അങ്ങനെയല്ല ഒരു ഫൗണ്ടർ ഇനീഷ്യലി ഒരു സെയിൽസിലും ഇൻവോൾവ് ആവേണ്ടത്. ഫൗണ്ടർ എപ്പോഴും ആദ്യത്തെ ഇനീഷ്യൽ സെയിൽസിൽ ഒരു 80% ലിസണിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു 80% ലിസണിങ്ങിലും ഒരു 20% മാത്രം പിച്ചിങ്ങിലും ഇൻവോൾവ് ആവുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് ലഭിക്കുമ്പോൾ അത് കുറച്ചും കൂടെ പ്രിസൈസ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ പെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ പെയിനും അവരുടെ പ്രോബ്ലംസും അതിൽ അവർ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് പറയുകയും ചെയ്യും. അതുമൂലം നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആ പ്രോബ്ലത്തിലേക്ക് എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും അത് കൃത്യമായിട്ട് ആ ഒരു 20% പിച്ചിങ്ങിലൂടെ കൺവേ ചെയ്യാനും നമുക്ക് സാധിക്കും.
അപ്പം മാർക്കറ്ററെ പോലെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദി ഫൗണ്ടേഴ്സ് ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്ന മിസ്റ്റേക്ക്. എന്നാൽ ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ ഓരോ ഫൗണ്ടേഴ്സും ബെസ്റ്റ് സെയിൽസ്മാൻ ആയിരിക്കണം, ബെസ്റ്റ് മാർക്കറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ ഡേ 1 മുതൽ സെയിൽസ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന പ്രവണതയും ഇന്ന് ചില സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്. അത് എസ്പെഷ്യലി എട്ടെക്കിലാണ്. എട്ടെക് എന്ന് പറയുന്നത് ഒരു സെയിൽസ് ഡ്രിവൺ കൾച്ചറായി മോസ്റ്റ് ഓഫ് ദി കമ്പനീസിൽ മാറിക്കഴിഞ്ഞു. അതായത് ഡേ 1 മുതൽ നമ്മൾ ആഡ് റൺ ചെയ്യുന്നു. ആഡ് റൺ ചെയ്യുന്നതിലൂടെ നമുക്ക് മെറ്റ ആവട്ടെ ഗൂഗിൾ ആവട്ടെ നമുക്ക് ലീഡ്സ് കിട്ടുന്നു. ആ ലീഡ്സിനെ ഒരു ടീമിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഹൗസ് ഒരു സെയിൽസ് ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെയിൽസ് ചെയ്ത് കസ്റ്റമേഴ്സിന് ഓൺബോർഡ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫിറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പോലും ഇത്തരം പ്രവൃത്തികൾ നമ്മളെ തടയും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്തുകൂടാ. നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ടത് നമ്മൾ പേയിങ് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ്ലി നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാം. അത് ഫൗണ്ടേഴ്സ് തന്നെ റീച്ച് ഔട്ട് ചെയ്യാം. നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ടീമിന്റെ ഇനീഷ്യൽ ടീമിലുള്ളവരുടെ റിലേറ്റീവ്സ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇനീഷ്യലി ഉള്ള ഒരു 10 to 50 കസ്റ്റമേഴ്സിന്, അത് ഓർഗനൈസേഷൻ അനുസരിച്ചും പ്രൊഡക്റ്റിനനുസരിച്ചും നമ്മുടെ ടിക്കറ്റ് സൈസിനനുസരിച്ചും, അതായത് നമ്മുടെ ആവറേജ് ഓർഡർ വാല്യൂവിനനുസരിച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര കസ്റ്റമേഴ്സ് എന്നുള്ളത്. പക്ഷെ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് എപ്പോഴും ഇനീഷ്യൽ പേയിങ് കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മുടെ ക്ലോസ് സർക്കിളിൽ നിന്നാവുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും നമ്മളൊരു ആഡ് റൺ ചെയ്തിട്ട് അതിൽ നിന്ന് ലീഡ്സ് എടുത്തിട്ട് ആയിരിക്കരുത് നമ്മുടെ ഇനീഷ്യൽ സെയിൽസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സെയിൽസ് ടീമിനെയും അതുപോലെ ഇനീഷ്യൽ ലീഡ് ജനറേഷനെയും ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആ ഒരു മണ്ടത്തരം ഒരു ഫൗണ്ടേഴ്സും റിപ്പീറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഫൗണ്ടേഴ്സ് നോർമലി ചെയ്തു വരുന്ന മറ്റൊരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു തെറ്റ് എന്ന് പറയുന്നത് റോങ് കസ്റ്റമേഴ്സിനെ ചേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റിന് അത് കൺസ്യൂം ചെയ്യുന്നവരുടെയും അതുപോലെ തന്നെ അതിൻ്റെ പേയിങ് കപ്പാസിറ്റിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ശരിക്കും ഒരു ഐഡിയൽ പ്രൊഫൈൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആ പ്രൊഫൈലിലേക്ക് മാത്രം നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുക. ഒരിക്കലും റോങ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാതിരിക്കുക. അത് പലപ്പോഴും നമ്മുടെ PMFനെയും അതുപോലെ തന്നെ നമ്മുടെ MVP ബിൽഡ് ചെയ്യുന്നതിലൊക്കെ റോങ് ഡയറക്ഷനിലേക്ക് നയിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കറക്റ്റ് പ്രൊഫൈൽ ചെയ്തിട്ട് അവരിലേക്ക് മാത്രം പിച്ച് ചെയ്യുക. അതുപോലെ പല ഫൗണ്ടേഴ്സും സെയിൽസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് വരെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്ക് ഡേ 1 മുതൽ, അതായത് നമ്മുടെ മനസ്സിലൊരു ആശയം തോന്നുന്ന ദിവസം മുതൽ തന്നെ നമുക്ക് നമ്മുടെ സർക്കിളിലുള്ളവർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സിലേക്കൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയയോ പ്രൊഡക്റ്റോ എന്തോ ആവട്ടെ നമുക്ക് പിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് ഡേ 1 മുതൽ നമ്മൾ ചെയ്യേണ്ടതാണ്. സെയിൽസ് ചെയ്യുന്ന രീതിയും രൂപവും മാറുമെന്നേ ഉള്ളൂ. പക്ഷേ സെയിൽസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഫുള്ളി ഫീച്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ആവാനും വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ സെയിൽസിന്റെ ഒരു ഫണ്ടമെന്റൽ എലമെന്റ് ആണ് ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സെയിൽസിൽ ഒരുപാട് KPIs ഉണ്ട്. നമുക്ക് കൺവേർഷൻ റേറ്റ് മുതൽ നമ്മുടെ CAC ആവട്ടെ, LTV ആവട്ടെ, അങ്ങനെ സെയിൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നമ്പേഴ്സും KPIs, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡേ 1 മുതൽ തന്നെ ട്രാക്ക് ചെയ്തിരിക്കണം. നമ്മുടെ എല്ലാ ഡിസിഷൻസും, എസ്പെഷ്യലി സെയിൽസിലെ എല്ലാ ഡിസിഷൻസും ഡാറ്റ ഡ്രിവൺ ആയിരിക്കണം. അപ്പോൾ ഒരിക്കലും നമ്പേഴ്സിന്റെ സഹായമില്ലാതെ നമ്മൾ സെയിൽസിൽ ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. അതിന്റെ ഫണ്ടമെന്റൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കാൺട്ട് ഒപ്റ്റിമൈസ് സംതിങ് ദാറ്റ് യു ഡോണ്ട് മെഷർ എന്നുള്ളതാണ്. നമ്മൾ മെഷർ ചെയ്യാത്ത ഒരു കാര്യത്തെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. സെയിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സാണ്. നമുക്ക് ഇനീഷ്യലി ഒരു കൺവേർഷൻ റേറ്റ് ഉണ്ടാവും. അത് ഓവർ ദി ടൈം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വീണ്ടും കൂട്ടി കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി KPIs. അപ്പോൾ വൺസ് നമ്മൾ ഡാറ്റ ഡ്രിവൺ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ പ്രോസസ്സ് ആവട്ടെ, പ്രൊഡക്റ്റ് ആവട്ടെ, ആൻഡ് ഈവൻ നമ്മുടെ ടെക്കിൽ പോലും ആ ഒപ്റ്റിമൈസേഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സെയിൽസിലായാലും ആ ഒപ്റ്റിമൈസേഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം നിർബന്ധമാണ്. അപ്പോൾ ഫൗണ്ടേഴ്സ് ഇനീഷ്യലി സെയിൽസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. അത് അഗെയിൻ ഓരോ പ്രൊഡക്റ്റിനും ഓരോ മാർക്കറ്റിനും അനുസരിച്ചിരിക്കും. പക്ഷേ ഓൾറെഡി ടെസ്റ്റഡ് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയകരമാണ് എന്ന് തെളിയിച്ചിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതൊരു ഫൗണ്ടർക്ക് വർക്ക് ആയി എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ ഫൗണ്ടേഴ്സിനും വർക്ക് ആയി എന്നില്ല. അതിൽ ഏറ്റവും ബെസ്റ്റ് വൺ കോൾഡ് ടാർഗറ്റിംഗ് തന്നെയാണ്, അതായത് കോൾഡ് റീച്ച് ഔട്ട്സ്. അപ്പം നമ്മുടെ ഇനീഷ്യലി നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, കണക്ഷൻസ്, പീപ്പിളിന് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റീച്ച് ഔട്ട് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവർക്ക് ഇത്
അവർക്ക് ഇത് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ബേസിക്കലി കോൺവേഴ്സേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഫൗണ്ടേഴ്സിന്, ബാക്കിയുള്ള ഫൗണ്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഫൗണ്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ആ കോൾഡ് റീച്ച് ഔട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഫൗണ്ടേഴ്സിന് ഇനീഷ്യൽ സെയിൽസ് ചെയ്യാൻ, ഇത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സെയിൽസ് ചെയ്യാൻ കോൾഡ് റീച്ച് ഔട്ട്സ് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഉത്തമ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ കോൾഡ് റീച്ച് ഔട്ട്സ് ചെയ്യുവാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ നെറ്റ്വർക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണൽ നെറ്റ്വർക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടല്ല. നിങ്ങൾ ആ പ്രൊഡക്റ്റ് ജസ്റ്റ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുക. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത്തരക്കാർക്ക് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസിനും അനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കോൾഡ് റീച്ച് ഔട്ട്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പം വളരെ കോമൺ ആയിട്ട് എന്നാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചില ഫൗണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് ബിൽഡിംഗ് ഇൻ പബ്ലിക് എന്നുള്ളത്. അതായത് ഡേ 0 മുതൽ, നമ്മൾ ഇനീഷ്യലി ഐഡിയ തോന്നുന്ന മൊമെന്റ് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ഹാൻഡിൽസിൽ ഇത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുക, എന്നിട്ട് പബ്ലിക്ലി ബിൽഡ് ചെയ്യുക. നമ്മുടെ ഓരോ ഡെവലപ്മെന്റ്സും നമ്മുടെ ഓരോ മൈൽ സ്റ്റോൺസും പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യുക. ഇത് വളരെ സക്സസ്ഫുള്ളി ചെയ്തിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഈവൻ ഈ അടുത്ത് വന്നിട്ടുള്ള മുളക് പട്ടി ആവട്ടെ അല്ലെങ്കിൽ ലവിഷ് ആവട്ടെ, ഈ അടുത്ത് അതുപോലെ 2 കസിൻസിന്റെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഷോപ്പിക്കോ എന്നുള്ളൊരു പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ 2-3 വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പബ്ലിക്ലി ബിൽഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് ഇത് കുറച്ചും കൂടെ വെരി ക്ലോസ് ടു ഹേർട്ട് എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യും. അത് അവർക്ക് കുറച്ചും കൂടെ ആ ബ്രാൻഡ് നെയിം അവരുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടാണെന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ ഫൗണ്ടേഴ്സിന് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു സെയിൽസ് നടക്കാൻ അല്ലെങ്കിൽ ഇനീഷ്യൽ സെയിൽസ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഈ മുളക് പട്ടിയുടെ കേസിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ജേണി, അവരുടെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ അവരുടെ ജേണി ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കൊണ്ട് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ പോകുമ്പോൾ ഷെൽഫിൽ ആ ഒരു ബ്രാൻഡ് നെയിം ഉള്ള ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബിൽഡിംഗ് ഇൻ പബ്ലിക് എന്ന് പറയുന്നത് കറന്റ്ലി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ ടാപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഫൗണ്ടേഴ്സ് സെയിൽസ് ചെയ്യേണ്ട, ഫൗണ്ടേഴ്സ് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇനീഷ്യലി എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫേസിൽ ഒരിക്കലും ഫൗണ്ടർ സെയിൽസ് ടച്ച് ചെയ്യാതെ പോകരുത്. കാരണം അത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നിടത്തും MVP ബിൽഡ് ചെയ്യുന്നിടത്തൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് ദ പ്രോസസ് ഈസ് വെരി സിമ്പിൾ. സെയിൽസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയും നിങ്ങൾക്കില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനും പാടുള്ളതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ലിസ്റ്റ് ഓഫ് പീപ്പിളിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു MVP സ്റ്റേജിൽ എത്തിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഓഫ് പീപ്പിളിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, നല്ല ഫീഡ്ബാക്ക് തരാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു നല്ലൊരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ വളരെ കാച്ചി ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് അത് അവർക്ക് സെൻഡ് ചെയ്യുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സെയിൽസ് ഒരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ചെയ്യാതിരിക്കരുത്. ഇനീഷ്യലി എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഫൗണ്ടേഴ്സ് സെയിൽസ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. അപ്പം നിങ്ങളെല്ലാവരും, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ്, സെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിന് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.